അതിശക്തമായൊരു പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരട്ടെ. പ്രാർത്ഥന വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഈ പ്രാർത്ഥന അതിശക്തമാണ്. എനിക്ക് ഒരുപാട് 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 അനുഭവങ്ങളുണ്ട്. പ്രാർത്ഥന വളരെ സിമ്പിൾ ആണ്. തൃത്വസ്തുതി, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ ജപമാല എടുത്തിട്ട് ഓരോ കണ്ണിയിലും ഓരോ മണിയിലും പിടിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. കുരിശൊന്നും വരയ്ക്കണ്ട, ഇങ്ങനെ പ്രാർത്ഥിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അങ്ങനെ 10 അങ്ങോട്ട് ചൊല്ലുക. അപ്പൊ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലാൻ ഒരു മണി ഇവിടെ ഇതാ വെയിറ്റ് ചെയ്യാണ്. അവിടെ വരുമ്പോ ഇത് ഓർത്ത് വെച്ചിരിക്കണം. പരിശുദ്ധാത്മാവേ ഒരു കൊടുങ്കാറ്റായി, ഭർത്താവിന്റെ പേര് മോനച്ചൻ എന്നാണ് കേട്ടോ. പരിശുദ്ധാത്മാവേ ഒരു കൊടുങ്കാറ്റായി മോനച്ചന്റെ ചങ്കിലേക്ക് ആഞ്ഞടിക്കണമേ, മദ്യപാനം എടുത്തു മാറ്റണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കഴിഞ്ഞാൽ 10 അങ്ങനെ 10 അങ്ങോട്ട് കഴിഞ്ഞാൽ ഇതാ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലുന്ന സ്ഥലത്ത് എന്ത് പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവേ ഒരു കൊടുങ്കാറ്റായി ചാക്കോച്ചന്റെ ചങ്കിലേക്ക് ആഞ്ഞടിക്കണമേ. ചാക്കോച്ചൻ എന്ന് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ നീ ഒരു കൊടുങ്കാറ്റായി അന്നമ്മയുടെ ചങ്കിലോട്ട് ആഞ്ഞടിക്കണമേ, അവളുടെ ഈ പിടിവാശി എടുത്തു മാറ്റണമേ. ഇതിങ്ങനെ ചൊല്ലിക്കണം. സ്വർഗസ്ഥനായ പിതാവെ എത്തുമ്പോ വീണ്ടും ചൊല്ലണം, പരിശുദ്ധാത്മാവേ ഒരു കൊടുങ്കാറ്റായി. ഇപ്പൊ മകൾക്ക് തെറ്റായ ഒരു പ്രേമബന്ധം ഉണ്ടെന്ന് വെച്ചു, സിമ്പിളായിട്ട് എടുത്തു മാറ്റാം. ഇത് ചൊല്ലണം, മരുന്നാണിത്, മന്ത്രം. പിതാവിനും പുത്രനും എന്തെന്നറിയാം, ഇതിനേക്കാൾ മെച്ചപ്പെട്ടൊരു പ്രാർത്ഥനയില്ല. കാരണം ഇത് തൃത്വസ്തുതിയാണ്. സത്യദൈവത്തെ ആരാധിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, പരിശുദ്ധാത്മാവെ ഒരു കൊടുങ്കാറ്റായിട്ട് ആഞ്ഞടിക്കും. അയലോക്കക്കാരന്റെ ചങ്കിൽ ആഞ്ഞടിച്ച് അവന്റെ കാശെല്ലാം വെള്ളത്തിൽ പോട്ടെ എന്നൊന്നും പറയരുത്. അത് ബൂമറാങ് പോലെ തിരിച്ചടിക്കും. നല്ല കാര്യങ്ങൾക്കാണ് ഇത് പറയേണ്ടത്. പരിശുദ്ധാത്മാവെ ഒരു കൊടുങ്കാറ്റായിട്ട് കടബാധ്യതയുടെ മേൽ ആഞ്ഞടിക്കണമേ, ഞങ്ങളുടെ ദാരിദ്ര്യം എടുത്തു മാറ്റണമേ, ആഞ്ഞടിക്കണമേ. ആരുടെ മേലാണോ ആഞ്ഞടിക്കേണ്ടത് ആ വ്യക്തിയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. എന്നിട്ട് ഇതൊരു 101 തവണയെ ചൊല്ലണ്ട കേട്ടോ. അതൊക്കെ ഞാൻ ഒരു കണക്ക് പറഞ്ഞു തരുന്നേ ഉള്ളൂ. 102 ആയാലും കുഴപ്പമില്ല, 100 ആയാലും കുഴപ്പമില്ല കേട്ടോ. 101, ഇനി 101 അയ്യോ 101 ചൊല്ലിയില്ല, കിട്ടിയോ ഭയങ്കര കുടിയനായി മാറുമെന്നൊന്നും വിചാരിക്കരുത്. 99 ആയാലും കുഴപ്പമൊന്നും. പ്രിയപ്പെട്ട എന്റെ മക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധാത്മാവാകുന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോ ജീവിതത്തിന്റെ തകർച്ചകൾ മാറും. പരിശുദ്ധാത്മാവിനെ വിളിക്കണം.